കുറച്ച് ദിവസം മാത്രമാണ്, മല്ലശ്ശേരി മുക്കിലെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ദിവസം മാത്രമാണ്. ഇപ്പോൾ ഈ ഹണിമൂൺ പോയി തിരിച്ചു വന്നതിന് ശേഷം ബന്ധുക്കളെയൊക്കെ കാണാം. ക്രിസ്മസിലേക്ക് ഇനി 10 ദിവസമേ ഉള്ളൂ. ക്രിസ്മസ് സമയത്ത് കുടുംബാംഗങ്ങളെല്ലാം ഒന്ന് ചേർന്നുകൊണ്ടുള്ള മറ്റൊരു ഒത്തുചേരൽ. കാരണം UK-യിലാണ് നിഖിൽ ജോലി ചെയ്യുന്നത്. നിഖിൽ തിരിച്ച് പോകുന്നതിന് മുൻപ് എല്ലായിടത്തുമൊക്കെ ഒന്ന് പോവുക, അങ്ങനെ ഒരുപാട് പദ്ധതികളും ഒക്കെ ഉണ്ടായിരുന്ന 2 പേരാണ്. അവരുടെ ജീവിതമാണ് പാതി വഴിയിൽ അവരെ കൂട്ടാൻ വന്ന അച്ഛന്മാർക്കൊപ്പം പൊലിയുന്നത്. ഒരുപാട് വേദന ഉണ്ടാക്കുന്നതാണ്. നമുക്കിപ്പോൾ അവരെ നേരിട്ടറിയില്ലെങ്കിൽ പോലും നമ്മളൊന്ന് ആലോചിച്ചാൽ തന്നെ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ ഇത്, പ്രവീൺ? അതെ സുജിയ, നമുക്ക് ആ വിവാഹത്തിൻ്റെ ദൃശ്യങ്ങളും ഒപ്പം തന്നെ അവരെ നേരിട്ടറിയാവുന്ന ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ വളരെയധികം വേദനയാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. കാരണം ചിരിക്കുന്ന മുഖത്തോടുകൂടി ഒരു ജീവിതം ആരംഭിച്ച യുവദമ്പതികൾ അവരുടെ വിവാഹത്തിന് ശേഷം അവർ വിദേശത്തേക്ക് ഒരു ട്രിപ്പിന് പോകുന്നത് നമുക്കറിയാം. എത്ര സന്തോഷകരമായിരിക്കുന്ന ഒരു മുഹൂർത്തമായിരിക്കും അത് അവരെ സംബന്ധിച്ച് മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചും വളരെയധികം ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അതിനുശേഷം അവർ നാട്ടിലേക്ക് വരുന്നു. ഇനിയിപ്പോൾ ക്രിസ്മസ് കാലമൊക്കെയാണ്. നമുക്കറിയാം ക്രിസ്മസ് കാലം അത് ഒരു കൂട്ടായ്മയുടെ കാലം കൂടിയാണ്. പ്രധാനമായും വിദേശത്തുള്ളവരൊക്കെ ഈ സമയങ്ങളിലൊക്കെ നാട്ടിലുണ്ടാകുന്നൊരു സമയമാണ് കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കാനും ഒപ്പം തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ, ഒരു കൂട്ടായ്മ, ഒത്തൊരുമ, ബന്ധുമിത്രാദികളുടെ വീട്ടിൽ പോകൽ ഒക്കെ ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു ആദ്യ ക്രിസ്മസ്. അപ്പോൾ സ്വാഭാവികമായും ആ ക്രിസ്മസിന് ഒരു മാധുര്യം കൂടേണ്ടതായിരുന്നു. പക്ഷേ ഈ യുവ മിഥുനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഈ ഒരു വിയോഗം അത് അവരുടെ കുടുംബാംഗങ്ങളെ മാത്രമല്ല, ഒരു നാടിനെ ആകെ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കാരണം അവരുടെ ചിത്രങ്ങൾ ഓരോന്നായി നാം കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അവരെ നേരിട്ട് ഇപ്പോൾ അഖിലിനെയും അനുവിനെയും ഒക്കെ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഒരു വിങ്ങലോട് കൂടെ അല്ലാതെ നമുക്ക് ആ ദൃശ്യങ്ങളും ഒന്നും കാണാൻ കഴിയില്ല. അത്രമാത്രം ഹൃദയഭേദകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായിരുന്നത്. ഒരു കേവലം സെക്കൻഡുകൾ കൊണ്ട് 4 പേരുടെ ജീവൻ നഷ്ടമാകുന്നു. അത് ഒരു കുടുംബത്തിൻ്റെയും ഒരു നാടിൻ്റെയും ഒക്കെ ആളുകളുടെ മനസ്സിലേക്ക് ഒരു വലിയ ആഘാതമായി ചെന്ന് എത്തുന്നു. ഒരിക്കൽ പോലും ഒരു രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിൽ പോലും രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഒരുപക്ഷെ ഇത് ആരാണെന്ന് പോലും അവർക്കറിയില്ലായിരിക്കാം. ഈ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് വന്നപ്പോൾ ഇങ്ങനെയുള്ള റോഡുകളുള്ള സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകത, അതായത് അപകടം സംഭവിക്കുമ്പോൾ കൂടുതലും ആളുകൾ ചിന്തിക്കുന്നത് ഇത് ഒരുപക്ഷെ നമുക്കറിയാത്ത ആളുകൾ ആരോ ആയിരിക്കാം, ദൂരദേശത്തുള്ള ആളുകൾ ആരോ യാത്രയ്ക്കിടെ തങ്ങളുടെ നാട്ടിൽ വെച്ചൊരു അപകടം സംഭവിച്ചു എന്നായിരിക്കും സ്വാഭാവികമായും ഈ നാഷണൽ ഹൈവേയുടെയും ഒപ്പം തന്നെ സംസ്ഥാന പാതയോരത്തുമൊക്കെ താമസിക്കുന്ന ആളുകൾ ആദ്യം കരുതുക. കാരണം രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഈ അപകടത്തിൽപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് വാഹനത്തിന് പുറത്ത് എത്തിക്കുക എന്നുള്ളതായിരിക്കും ഏവരും ചിന്തിക്കുക. ആ രക്ഷാപ്രവർത്തകരും അങ്ങനെ തന്നെയായിരിക്കും ആദ്യം ചിന്തിച്ചത്. പക്ഷേ ഒരു രീതിയിലും ഇവരെ പെട്ടെന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ആ കാറിൻ്റെ കിടപ്പ് അങ്ങനെയായിരുന്നു. കാരണം ആ കാർ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. അതിൻ്റെ മുൻവശത്തെ 2 വാതിലുകളും ഡോറുകളും ജാമായി പോയിരുന്നു ഈ കൂട്ടിയിടിയുടെ ആഘാതത്തിൽ. പിന്നീട് ആ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സഹായത്തോടെ ഈ 4 പേരെയും പുറത്തേക്ക് എത്തിച്ചു. അപ്പോൾ പോലും അവർക്കറിയില്ല തങ്ങളുടെ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കിലോമീറ്ററുകൾ മാത്രം ദൂരെയുള്ള തങ്ങളുടെ സഹോദരങ്ങളാണ് ഈ മരിച്ചതെന്ന് പലർക്കും അത് അറിയില്ലായിരുന്നു. പിന്നീടാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് തങ്ങളുടെ നാട്ടുകാർ തന്നെയാണ് ഈ മരിച്ചത് എന്ന് മനസ്സിലായത്. 3 പേരെയും ഈ 4 പേരെയും കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ഇതിൽ അനുവിനെ പുറത്തേക്ക് എത്തിച്ചപ്പോൾ ജീവൻ ബാക്കിയുണ്ടായിരുന്നു. അത് രക്ഷാപ്രവർത്തകർക്ക് മനസ്സിലായിരുന്നു. അതിനുശേഷം കോന്നി താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് ഏറ്റവും അടുത്തുള്ള മികച്ച ചികിത്സാ സൗകര്യമുള്ള സ്വകാര്യ ആശുപത്രികൾ പത്തനംതിട്ടയിലാണുള്ളത്. കോന്നിയിൽ നിന്നും 8-9 കിലോമീറ്റർ മാത്രം ദൂരെയാണ് പത്തനംതിട്ട. അവിടേക്ക് പെട്ടെന്ന് തന്നെ അനുവിനെ കൊണ്ടുപോകുന്നു വിദഗ്ധ ചികിത്സയ്ക്ക്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ 4 പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടു. അതൊരു നാടിനെ സംബന്ധിച്ച് വലിയ ആഘാതം തന്നെയാണ്. ഒരു കുടുംബത്തിലെ 4 പേർ പത്തനംതിട്ട സ്വദേശികൾ തന്നെയായിട്ടുള്ള മത്തായി ഈപ്പൻ, നിഖിൽ ഈപ്പൻ മത്തായി, ബിജു പി ജോർജ്, അനു എന്നിങ്ങനെ ഒരു കുടുംബത്തിലെ 4 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിലേറ്റവും പ്രാധാന്യമുള്ളത്, ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യമുള്ളത് അടുത്തിടെ കല്യാണം കഴിഞ്ഞ നിഖിലിൻ്റെയും ഒപ്പം തന്നെ അനുവിൻ്റെയും വിയോഗം തന്നെയാണ്. ഒപ്പം അവരെ സന്തോഷത്തോടുകൂടി അവരെ വിമാനത്താവളത്തിൽ നിന്ന് സ്വീകരിക്കാൻ പോയ ആ 2 പേരുടെയും അനുവിൻ്റെയും അഖിലിൻ്റെയും
പിതാക്കന്മാർക്കും ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് അതിലേറെ വേദന ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവരുടെ കുടുംബാംഗങ്ങളെ ഇനി എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് അറിയാതെ ബുദ്ധിമുട്ടുകയാണ് പ്രദേശവാസികളും ഒപ്പം തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ. അവരെ സംബന്ധിച്ചും അവർക്ക് വലിയൊരു ആഘാതം തന്നെയാണ്. ഇപ്പോൾ അവരുടെ വിവാഹ ദൃശ്യങ്ങളും ഒപ്പം തന്നെ വിവാഹത്തിന് ശേഷം ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ മനസ്സിൽ ആ ഒരു വേദന കൂടുതലാണ്. കാരണം അവരെ പരിചയമുള്ളവരൊക്കെ വിങ്ങുന്ന ഒരു ഘട്ടം കൂടിയാണത്. ഒരു പക്ഷേ ഈ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയെ സംബന്ധിച്ച് നേരത്തെ നാട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ വലിയ പരാതികളൊക്കെ സ്ഥിരമായി ഉണ്ടാകുന്നതാണ്. കാരണം ഈ മേഖലയിൽ സ്ഥിരമായി ഇങ്ങനെ അപകടങ്ങൾ, കൂട്ടിയിടികൾ സംഭവിക്കുന്നു, ധാരാളം ആളുകൾക്ക് പരിക്കേൽക്കുന്നു, ജീവനുകൾ നഷ്ടപ്പെടുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ മറ്റൊരു അപകടം നടന്നു. ഇന്നലെ തന്നെ മറ്റൊരു അപകടം നടന്നു എന്നാണ് ഒരു പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആ മേഖലയിൽ നിരവധി അപകടങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് റോഡ് നിർമ്മാണം സംബന്ധിച്ച് അതിൻ്റെ എന്തെങ്കിലും പരാതികൾ, ആ പരാതികളൊക്കെ അധികൃതരെ സ്ഥിരമായി ബോധിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തിരുന്നു. മഴയൊക്കെ പെയ്യുമ്പോൾ റോഡിൽ നമുക്കറിയാം വേഗത്തിൽ വാഹനങ്ങൾ വരുമ്പോൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തെന്നിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയും അപകടങ്ങൾ സംഭവിക്കാം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയുടെ ശക്തി പത്തനംതിട്ടയിൽ കുറവായിരുന്നു. എങ്കിലും പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഈ പത്തനംതിട്ട കോന്നിക്കും ഒപ്പം തന്നെ പത്തനാപുരത്തിനും ഇടയിൽ നിരവധി വാഹനാപകടങ്ങൾ ഇതിനകം തന്നെ സംഭവിച്ചു കഴിഞ്ഞു. പലയിടങ്ങളിലും വളവുകൾ നിവർക്കാതെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയെന്ന പരാതിയാണ് പ്രധാനമായും ആളുകൾക്കുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രോഗിയുമായി പോയ ഒരു ആംബുലൻസ്, തിരുവനന്തപുരത്തേക്ക് രോഗിയുമായി പോയ ഒരു ആംബുലൻസ് KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറിയിരുന്നു. അങ്ങനെ ആ രോഗി ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പരിക്കേൽക്കുന്ന ഒരു കാര്യങ്ങളിലേക്കൊക്കെ പോയി. അന്നും വലിയ പ്രതിഷേധം ആ മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് ഈ അപകടങ്ങൾക്ക് കാരണമെന്ന് അന്ന് തന്നെ നാട്ടുകാർ ആരോപിച്ചിരുന്നു. അന്നും ഈ സമാനമായ രീതിയിൽ തന്നെയാണ് അപകടം സംഭവിച്ചത്. ആംബുലൻസ് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇവിടെ കാർ തീർത്ഥാടകരുടെ ബസ്സിലേക്ക് ഇടിച്ചു കയറിയതുപോലെ ആംബുലൻസ് KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ കാറ് ബസ്സിൻ്റെ മുൻവശത്തേക്ക് ഇടിച്ചു കയറിയതുപോലെ ആംബുലൻസ് KSRTC ബസ്സിൻ്റെ മുൻവശത്തേക്ക് തന്നെയാണ് ഇടിച്ചു കയറിയത്. അന്നും വലിയ പരാതികൾ നാട്ടുകാർ ഉയർത്തിയിരുന്നു. അവിടെ കലഞ്ഞൂർ സ്കൂളിന് മുൻവശത്ത് ഒരു വലിയ വളവുണ്ട്. അവിടെ വെച്ചാണ് ആ അപകടം സംഭവിച്ചത്. പക്ഷെ അന്ന് ജീവനൊന്നും ആർക്കും നഷ്ടപ്പെട്ടിരുന്നില്ല. പരിക്കുകളാണ് സംഭവിച്ചത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു അപകടത്തിൽ 4 പേർക്കാണ് ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്. അത് ഈ പത്തനംതിട്ട കോന്നി ആ ഭാഗത്തുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ ഒരു രാവിലെ പുലർച്ചെ തന്നെ ഒരു വലിയ ദുഃഖവാർത്ത തന്നെയാണ് അവരെ തേടിയെത്തിയിരിക്കുന്നത്. 4 പേരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഏതായാലും ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അനുവിന്റെ പിതാവ് ബിജു ആണ് വാഹനം ഓടിച്ചത്. അമിതവേഗമാകാം അപകട കാരണം എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുന്നുണ്ട്. വാഹനം ഇടിച്ച് മറിയുകയായിരുന്നോ അതോ വാഹനം ഈ ബസ്സിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നോ? എങ്ങനെയാണ് ഈ വാഹനം പിന്നീട് മാറ്റുകയും ഇവരെയൊക്കെ പുറത്തെടുക്കാൻ സാധിക്കുകയും ചെയ്തത്? ഏറെ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് സ്ഥലത്തെത്തിയവരൊക്കെ പറഞ്ഞത്.